ഹലോ സ്റ്റുഡൻസ്, ഇംപ്രൂവ്മെന്റ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ കാര്യമായി തുടങ്ങിയല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ കിങ്ഡം പ്രൊട്ടിസ്റ്റയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പരിചയപ്പെട്ടത്. കിങ്ഡം പ്രൊട്ടിസ്റ്റയെ വീണ്ടും 5 ഗ്രൂപ്പുകളാക്കി തിരിച്ചിരിക്കുന്നു. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജെല്ലൈറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈമോൾസ്, പ്രോട്ടോസോവൻസ്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് ഓർത്തിരിക്കുക. ക്രൈസോഫൈറ്റ്സിലാണെങ്കിൽ ഡയാറ്റമേഷ്യസ് എർത്ത് എന്താണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഡൈനോഫ്ലജലൈറ്റ്സിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് റെഡ് ടൈഡ് ആണ്. റെഡ് ടൈഡിന് കാരണമായിട്ടുള്ള ജീവി ഗൊണിയോലാക്സ്. മറ്റൊന്ന് യുഗ്ലിനോയിഡ്സിലേക്ക് വരുമ്പോൾ യുഗ്ലീന എക്സാമ്പിൾ ഓർത്തിരിക്കുക, അതിന്റെ ഡയഗ്രാം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഡൈനോഫ്ലജലൈറ്റ്സിന്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാം ഓർത്തിരിക്കുക. സ്ലൈമോൾഡിന്റെയും ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് ശ്രദ്ധിക്കുക, ചിത്രം. പിന്നീട് പ്രോട്ടോസോവൻസിലേക്ക് വന്നു. പ്രോട്ടോസോവൻസിനെ വീണ്ടും 4 തിരിച്ചു. അമീബോയിഡ്സ്, ഫ്ലജെല്ലൈറ്റ്സ്, സീലിയേറ്റ്സ്, സ്പോറോസോവൻസ്. ഫ്ലജെല്ലൈറ്റിന് എക്സാമ്പിൾ ആണ് ട്രിപ്പണോസോമ. ട്രിപ്പണോസോമ ഉണ്ടാക്കുന്ന അസുഖമാണ് സ്ലീപ്പിംഗ് സിക്നസ്. സീലിയേറ്റിന് എക്സാമ്പിൾ ആണ് പാരമീസിയം. പാരമീസിയത്തിന്റെ സ്ട്രക്ചറൊക്കെ ആ ഡയഗ്രാം പഠിച്ചിരിക്കണം. അതിനൊരു ഗള്ളറ്റ് എന്ന് പറഞ്ഞ ക്യാവിറ്റി ഉണ്ട്. ദെൻ സ്പോറോസോവൻസിന് എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം ഉണ്ടാക്കുന്ന അസുഖമാണ് മലേറിയ. അപ്പൊ ഇത്രയൊക്കെയാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഇനി അടുത്ത കിങ്ഡത്തിലേക്ക് നമുക്ക് പോവാം. വിറ്റാക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ ആദ്യത്തെ 2 കിങ്ഡംസ് ആയിട്ടുള്ള കിങ്ഡം മൊനീറയും പ്രൊട്ടിസ്റ്റയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ തേർഡ് കിങ്ഡം ഈസ് കിങ്ഡം ഫഞ്ചൈ. കിങ്ഡം ഫഞ്ചൈനെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ദേ ആർ മൾട്ടി സെല്ലുലാർ ഹെറ്ററോട്രോഫ്സ്. അവര് ബഹുകോശ ജീവികളാണ്, മൾട്ടി സെല്ലുലാർ ആണ്. നേരത്തെ കിങ്ഡം മൊനീറയും പ്രൊട്ടിസ്റ്റയും യൂണിസെല്ലുലാർ ആയിരുന്നു, എന്നാൽ ഇവിടെ മൾട്ടി സെല്ലുലാർ ആണ്. അതുപോലെ ഇവര് ഹെറ്ററോട്രോഫ്സ് ആണ്, പരപോഷികളാണ്, സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ നേരത്തെ 2 കിങ്ഡത്തിലും ഓട്ടോട്രോഫ്സ് ഉണ്ടായിരുന്നു, ഹെറ്ററോട്രോഫ്സ് ഉണ്ടായിരുന്നു, കിങ്ഡം മൊനീറയിലും പ്രൊട്ടിസ്റ്റയും. അപ്പോൾ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കിങ്ഡം ഫഞ്ചൈ ദേ ആർ മൾട്ടി സെല്ലുലാർ ഹെറ്ററോട്രോഫ്സ്. അതോടൊപ്പം തന്നെ ഫംഗസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള കൂണ്, പൂപ്പലുകൾ, ബ്രെഡിലൊക്കെ വരുന്ന പൂപ്പലുകൾ, ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അതേക്കുറിച്ചുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവയുടെ സെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ സൈക്കിളിൽ 3 ഘട്ടങ്ങളുണ്ട് ഇവയിൽ. ഒന്ന് പ്ലാസ്മോഗമി, ദെൻ സെക്കൻഡ് വൺ കാരിയോഗമി, ദെൻ തേർഡ് വൺ ഈസ് മിയോസിസ് ഇൻ സൈഗോട്ട് ടു ഫോം ഹാപ്ലോയിഡ് സ്പോർസ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാസ്മോഗമിയാണ്. ഫംഗസുകൾ ശരീരം ഹാപ്ലോയിഡ് ആണ്, ബേസിക് സെറ്റ് ക്രോമസോം മാത്രമേ ഉള്ളൂ. ഫംഗസിന്റെ സെക്ഷൽ പ്രൊഡക്ഷന്റെ സമയത്ത് 2 ഹാപ്ലോയിഡ് ആയിട്ടുള്ള കോമ്പാറ്റിബിൾ ആയിട്ടുള്ള 2 ഹൈഫകൾ അടുത്തേക്ക് വരും. അടുത്ത് വന്നതിന് ശേഷം അവയുടെ കോമൺ ആയിട്ടുള്ള അവയ്ക്കിടയിലുള്ള വാൾസ്, സെൽ വാൾസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ആദ്യം അവയുടെ പ്രോട്ടോപ്ലാസം 2ഉം സംയോജിക്കും. ഇങ്ങനെ പ്രോട്ടോപ്ലാസം സംയോജിക്കുന്നതിന് പറയുന്ന പേരാണ് പ്ലാസ്മോഗമി എന്ന് പറയും. ഇപ്പോൾ പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ഓഫ് ദി മൊട്ടൈൽ ആൻഡ് നോൺ മൊട്ടൈൽ ഗമീറ്റ്സ്. മൊട്ടൈൽ എന്ന് പറഞ്ഞാൽ ചലിക്കാൻ കഴിയുള്ളതും ഒന്ന് ചലിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഗമീറ്റ് ആയിരിക്കും. ഇവയുടെ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം സംയോജിക്കുന്നു. ദെൻ പിന്നീട് 2 സെല്ലുകളുടെയും ന്യൂക്ലിയസ് സംയോജിക്കും, ഫ്യൂസ് ചെയ്യും. ഇതിന് പറയുന്ന പേരാണ് കാരിയോഗമി. അപ്പം കാരിയോഗമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയൈ. 2 ന്യൂക്ലിയസുകളുടെയും ഫ്യൂഷനെയാണ് കാരിയോഗമി എന്ന് പറയുന്നത്. പ്ലാസ്മോഗമി എന്താ, കാരിയോഗമി എന്താന്നൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ അങ്ങനെ 2 ഹാപ്ലോയിഡ് ആയിട്ടുള്ള 2 ന്യൂക്ലിയസുകൾ സംയോജിച്ചു. അങ്ങനെ ഹാപ്ലോയിഡും പാടെ കൂടി ചേർന്നാൽ ഡിപ്ലോയിഡ് ആകും. അങ്ങനെ ബീജങ്ങൾ സംയോജിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടുക സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡമാണ്. ഈ സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്, പക്ഷെ അവയുടെ ശരീരം ഹാപ്ലോയിഡ് ആണ്. അപ്പൊ സൈഗോട്ടിൽ നിന്നാണ് പിന്നീട് ശരീരം ഉണ്ടാവേണ്ടത്, അവയുടെ ബോഡി ഉണ്ടാവേണ്ടത്. അപ്പൊ സൈഗോട്ട് മിയോസിസ് ഡിവിഷന് വിധേയമാവും, അല്ലെങ്കിൽ റിഡക്ഷണൽ ഡിവിഷന് വിധേയമാവും, അല്ലെങ്കിൽ ഊനഭംഗത്തിന് വിധേയമാകും. അങ്ങനെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറുകൾ ഉണ്ടാവുന്നു. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടിൽ നിന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറുകൾ ഉണ്ടാവും. ഇതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മിയോസിസ് ഇൻ സൈഗോട്ട് ടു ഫോം ഹാപ്ലോയിഡ് സ്പോർസ്. സൈഗോട്ടിൽ മിയോസിസ് സംഭവിച്ച് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറുകൾ ഉണ്ടാവുന്നു. ദെൻ മറ്റൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫഞ്ചൈ, ഫംഗസുകളുടെ വർഗീകരണം. ഫംഗസുകളെ വീണ്ടും നമുക്ക് 4 ഗ്രൂപ്പുകളാക്കി തിരിക്കാം. കിങ്ഡം ഫഞ്ചൈ ഈസ് ഡിവൈഡ് ഇൻ ടു 4 ഗ്രൂപ്പ്സ്. കിങ്ഡം ഫഞ്ചൈനെ നമുക്ക് 4 ഗ്രൂപ്പുകളാക്കി തിരിക്കാം. ഏതൊക്കെയാ 4 ഗ്രൂപ്പുകൾ? ഒന്ന് ഫൈക്കോമൈസേറ്റ്സ്, ദെൻ സെക്കൻഡ് വൺ ആസ്കോമൈസേറ്റ്സ്, തേർഡ് വൺ ബസിഡിയോമൈസേറ്റ്സ്, ഫോർത്ത് വൺ ഡിറ്റ്യൂറോമൈസേറ്റ്സ്.
അപ്പോൾ ഇന്നിങ്ങനെ 4 ഗ്രൂപ്പുകളാക്കി തിരിക്കാം. ഫൈക്കോമൈസൈറ്റ്സ്, ആസ്കോമൈസൈറ്റ്സ്, ബസീഡിയോമൈസൈറ്റ്സ്, ഡിറ്റ്യൂറോമൈസൈറ്റ്സ്. ആദ്യമായിട്ട് നമുക്ക് ഫൈക്കോമൈസൈറ്റ്സിലേക്ക് പോവാം. ഇവയുടെ അസെക്ഷൽ സ്പോറുകൾ ഏതാണ്, സെക്ഷൽ സ്പോറുകൾ ഏതാണ് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ടും. ഫൈക്കോമൈസൈറ്റ്സിലാണെങ്കിൽ അസെക്ഷൽ റിപ്രൊഡക്ഷൻ സൂവോസ്പോർ മുഖാന്തരമോ അപ്ലാനോസ്പോർസ് മുഖാന്തരമോ ആണ്. സൂവോസ്പോർസ് മുട്ടയിലാണ്, അതേസമയം മുട്ടയിൽ മീൻസ് ചലിക്കാൻ കഴിയുന്നതാണ്, അതേസമയം അപ്ലാനോസ്പോർസ് എന്ന് പറയുന്നത് ചലിക്കാൻ കഴിയാത്ത ഗമീറ്റുകളാണ്. Asexual reproduction by motile zoospores or by non-motile aplanospores. Sexual reproduction ചലിക്കാൻ കഴിയുന്ന സൂവോസ്പോർസ് മുഖാന്തരമോ അല്ലെങ്കിൽ ചലിക്കാൻ കഴിയാത്ത അപ്ലാനോസ്പോർസ് മുഖാന്തരമോ ആണ്. ഇനി സെക്ഷൽ റിപ്രൊഡക്ഷനോ, സെക്ഷൽ റിപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സ്പോറുകൾക്ക് പറയുന്ന പേരാണ് സൈഗോസ്പോർസ് എന്ന് പറയും. സൈഗോസ്പോർസ് ആർ ഫോംഡ് ബൈ ഫ്യൂഷൻ ഓഫ് 2 ഗമീറ്റ്സ്. നേരത്തെ നമ്മൾ പഠിച്ചതാണ് സെക്ഷൽ റിപ്രൊഡക്ഷനിലെ ഇവൻറ്റുകൾ. 2 ഗമീറ്റുകൾ ഫ്യൂസ് ചെയ്താൽ സൈഗോട്ട് ഉണ്ടാകും. ഈ സൈഗോട്ട് പിന്നെ മിയോസിസിന് വിധേയമായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സ്പോറുകൾക്ക് ഇവയിൽ പറയുന്ന പേരാണ് സൈഗോസ്പോർസ് എന്നാണ് പറയുക ഫൈക്കോമൈസൈറ്റ്സിൽ. ഇനി മറ്റൊന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇവയിലെ എക്സാമ്പിൾസ് ആണ്. പലപ്പോഴും എക്സാമിന് അതാണ് ചോദിക്കാറുള്ളത്. ഫൈക്കോമൈസൈറ്റിന് എക്സാമ്പിളാണ് മ്യൂക്കർ, മറ്റൊരു എക്സാമ്പിളാണ് റൈസോപ്പസ്. ബ്രെഡ് മോൾഡ് എന്നും അറിയപ്പെടും. ബ്രെഡിലൊക്കെ കാണുന്ന പൂപ്പലാണ്, ഫംഗസ് ആണ് റൈസോപ്പസ് എന്ന് പറയുന്നത്. അതൊരിക്കൽ എക്സാമിന് ചോദിച്ചിരുന്നു, ബ്രെഡ് മോളിന് പറയുന്ന പേരെന്താണെന്ന്, റൈസോപ്പസ്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് അൽബുഗോ, പാരസൈറ്റിക് ഓൺ മസ്റ്റാർഡ്. കടുക് ചെടിയിലൊക്കെ കാണുന്ന പാരസൈറ്റ് ആണ് അൽബുഗോ എന്ന് പറയുന്നത്. കടുക് ചെടിയിൽ മാത്രമല്ല ചീരയിലൊക്കെ കാണുന്ന ഒരു പാരസൈറ്റ് ആണ് അൽബുഗോ. മ്യൂക്കറിൻ്റെ ഒരു ഫോട്ടോഗ്രാഫാണ്, മൈക്രോസ്കോപ്പിക് ഫോട്ടോഗ്രാഫാണ്. നമുക്ക് സ്പോഴ്സ് കാണാം, സ്പ്രാഞ്ചിയത്തിനുള്ളിലായിക്കൊണ്ട് ഈ ഉരുണ്ടിട്ട് കാണുന്നതാണ് സ്പോഴ്സ്. ദെൻ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് പോവാം. ആസ്കോമൈസൈറ്റ്സ്, ദേ ആർ ഓൾസോ കോൾഡ് സാക്ക് ഫഞ്ചൈ. സാക്ക് ഫഞ്ചൈ എന്നും അവർ അറിയപ്പെടും. ഇനി ഇവയിൽ യൂണിസെല്ലാർ ആയിട്ടുള്ള ഫംഗസുകൾ വരുന്നുണ്ട്, മൾട്ടി സെല്ലാർ ആയിട്ടുള്ള ഫംഗസുകളും വരുന്നുണ്ട്. യൂണിസെല്ലാർ എന്ന് പറഞ്ഞാൽ ഏകകോശ ജീവികളായിട്ടുള്ള ഫംഗസുകൾ. അതിന് എക്സാമ്പിളാണ് ഈസ്റ്റ്. ഈസ്റ്റ് നമുക്കറിയാം, പല ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈസ്റ്റ്. സയൻറ്റിഫിക് നെയിം ഓർത്തിരിക്കുക, സക്കാരോമൈസസ്. ഈസ്റ്റിൻ്റെ സയൻറ്റിഫിക് നെയിം ചിലപ്പോൾ ചോദിക്കാം, സക്കാരോമൈസസ്. മൾട്ടി സെല്ലുലാർ ബഹുകോശ ജീവികളും ഇതിൽ വരുന്നുണ്ട്. എക്സാമ്പിൾ പെനിസീലിയം. അപ്പോൾ മെജോറിറ്റി ഫംഗസുകളും മൾട്ടി സെല്ലുലാർ ആണ്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗസിന് എക്സാമ്പിളാണ് ഈസ്റ്റ് അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം സക്കാരോമൈസസ്. ഇനി ഇവയിൽ അസെക്ഷൽ സ്പോറുകൾ, നേരത്തെ അസെക്ഷൽ സ്പോറുകൾ സൂവോസ്പോർസ് അല്ലെങ്കിൽ അപ്ലാനോസ്പോർസ് ഒക്കെ ആയിരുന്നു. എന്നാൽ ഇവിടെ കൊണീഡിയ എന്നറിയപ്പെടുന്ന സ്പോറുകളാണ് അസെക്ഷൽ സ്പോർസ് എന്ന് പറയുന്നത്. സോ അസെക്ഷൽ റിപ്രൊഡക്ഷൻ ബൈ കൊണീഡിയ, സെക്ഷൽ റിപ്രൊഡക്ഷൻ കൊണീഡിയ മുഖാന്തരമാണ് നടക്കുന്നത്. ഇനി സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് ആസ്കോസ്പോറുകൾ എന്നറിയപ്പെടുന്ന സ്പോറുകൾ മുഖാന്തരമാണ്. നേരത്തെയാണെങ്കിലോ സൈഗോസ്പോർസ് മുഖാന്തരമായിരുന്നു. എന്നാൽ ഇവിടെ ആസ്കോമൈസൈറ്റ്സിൽ ആസ്കോസ്പോർസ് മുഖാന്തരമാണ് സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി എക്സാമ്പിൾസ് ശ്രദ്ധിക്കണം. ആസ്കോമൈസൈറ്റ്സിനുള്ള എക്സാമ്പിൾസ് ഒന്ന് ഈസ്റ്റ് നേരത്തെ കണ്ടു, നമ്മൾ പെനിസീലിയം നേരത്തെ കണ്ടു. മറ്റൊരു എക്സാമ്പിളാണ് ക്ലാവിസെപ്സ്. ക്ലാവിസെപ്സും ആസ്കോമൈറ്റ്സിന് എക്സാമ്പിളാണ്. ന്യൂറോസ്പോറ മറ്റൊരു എക്സാമ്പിളാണ് ന്യൂറോസ്പോറ. ഇത് ജനിതക പരീക്ഷണങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഫംഗസ് ആണ് ന്യൂറോസ്പോറ. അപ്പോൾ അതങ്ങനെ ചോദിക്കാം, ജനിതക പരീക്ഷണങ്ങളിൽ ഉപയോഗിക്കുന്ന ഫംഗസ് ഏതാണെന്ന്. ന്യൂറോസ്പോറ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബയോകെമിക്കൽ ആൻഡ് ജെനറ്റിക് സ്റ്റഡീസ്. ബയോകെമിക്കൽ, ജനിതക പരീക്ഷണങ്ങൾ ഇവയിലൊക്കെ ഉപയോഗിക്കുന്നു. ഇനി ഇതിലുള്ള എഡിബിൾ മെമ്പേഴ്സാണ്, ഭക്ഷ്യയോഗ്യമായിട്ടുള്ള മെമ്പേഴ്സാണ്. ഇവ മോറൽസ്, ബഫൽസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രൂപ്പുകളിൽപ്പെട്ടതാണ്. മോറൽസ്, ബഫൽസ്. എക്സാമ്പിള് മോർഷല്ല. മോർഷല്ല എന്ന് പറയുന്ന ഫംഗസ് എഡിബിൾ ആയിട്ടുള്ള ഫംഗസിന് എക്സാമ്പിളാണ്. ആസ്കോമൈസൈറ്റ്സിൻ്റെ ആസ്കോസ്പോർസ് ആണ് കാണുന്നത്. മോർഷല്ല എന്ന് പറയുന്ന ഫംഗസ് ആണ് ഈ കാണുന്നത്. ഇത് കൂണല്ല, കൂണ് പോലെ തോന്നിക്കെങ്കിലും കൂണല്ല. കൂണ് നെക്സ്റ്റ് ഗ്രൂപ്പിലാണ് വരുന്നത്. ദെൻ ബസീഡിയോമൈസൈറ്റ്സ് ഓർ ക്ലബ് ഫഞ്ചൈ. ക്ലബ് ഫഞ്ചൈ എന്നിവ അറിയപ്പെടുന്നു. ഇനി ഇവർ അസെക്ഷൽ സ്പോർസ് കാണപ്പെടില്ല. അസെക്ഷൽ സ്പോർസ് ആർ നോട്ട് ഫൗണ്ട്. അപ്പോൾ നേരത്തെ 2 ഗ്രൂപ്പുകളിലും അസെക്ഷൽ സ്പോർസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അസെക്ഷൽ സ്പോറുകൾ ഇല്ല. സെക്ഷൽ സ്പോർസ് ഇവയിൽ ബസീഡിയോസ്പോർസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ സൈഗോസ്പോർസ്, സെക്കൻഡ് ഗ്രൂപ്പിൽ ആസ്കോമൈസൈറ്റ്സിലാണെങ്കിൽ ആസ്കോസ്പോർസ്, ബസീഡിയോമൈസൈറ്റ്സിൽ സെക്ഷൽ സ്പോർസിന് പറയുന്ന പേരാണ് ബസീഡിയോസ്പോർസ്. കാരിയോഗമി ആൻഡ് മിയോസിസ് ടേക്ക് പ്ലേസ് ഇൻ ബസീഡിയം. ബസീഡിയം എന്ന് പറയുന്ന സ്ട്രക്ചറിൽ
കാരിയോഗമി നടക്കും, പ്ലാസ്മോഗമിയും കാരിയോഗമിയൊക്കെ നടക്കും. അങ്ങനെ സൈഗോട്ട് ഉണ്ടാവും. മിയോസിസ് ടേക്സ് പ്ലേസ് ഇൻ ബസീഡിയം. അങ്ങനെ ബസീഡിയത്തിൽ വെച്ചുകൊണ്ട് ഈ സൈഗോട്ട് മിയോസിസിന് വിധേയമാകും. അങ്ങനെ പ്രൊഡ്യൂസിങ് 4 ബസീഡിയോസ്പോർസ്, 4 ബസീഡിയോസ്പോർസ് ഉൽപ്പാദിപ്പിക്കും. എക്സാമ്പിൾസ് ബസീഡിയമൈസൈറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. ഒന്ന് പക്സീനിയ, ദേ ആർ ഓൾസോ നോൺ ആസ് ദ റസ്റ്റ് ഫംഗസ്. റസ്റ്റ് ഡിസീസ് ഉണ്ടാക്കും ഗോതമ്പിലൊക്കെ, അതുകൊണ്ടാണ് റസ്റ്റ് ഫംഗസ് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ നെയിം തന്നിട്ട് പേര് ചോദിക്കാം. റസ്റ്റ് ഫംഗസിന് പറയുന്ന പേരെന്താന്ന് ചോദിക്കാം. പക്സീനിയ. അതുപോലെ യുസ്റ്റിലാഗോ, ദേ ആർ ഓൾസോ നോൺ ആസ് സ്മട്ട് ഫംഗസ്. സ്മട്ട് ഡിസീസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കും, അതുകൊണ്ടാണ് സ്മട്ട് ഫംഗസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മട്ട് ഫംഗസിന് പറയുന്ന പേരാണ് യുസ്റ്റിലാഗോ. ദെൻ അഗാരിക്കസ്, നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള കൂണാണ് മഷ്റൂം. മഷ്റൂമിൻ്റെ സയൻറ്റിഫിക് നെയിം അപ്പോൾ ഓർത്തിരിക്കുക, അഗാരിക്കസ്. ഇതെല്ലാം ബസീഡിയമൈസൈറ്റ്സിന് എക്സാമ്പിളാണ്. ബസീഡിയോസ്പോർസ് കാണാം, അഗാരിക്കസ് ആണ് കൂണ്, മഷ്റൂം, അഗാരിക്കസ്. ദെൻ ഫോർത്ത് ഗ്രൂപ്പാണ് ഡിറ്റ്യൂറോമൈസൈറ്റ്സ്. ഇനി ഇവയിൽ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇല്ല. അസെക്ഷൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്നാണ് വിളിക്കുക. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. കോമൺലി നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ, സാധാരണയായിട്ട് അറിയപ്പെടുന്നത് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്നാണ്. ബിക്കോസ് ഓൺലി അസെക്ഷൽ ഓർ വെജിറ്റേറ്റീവ് ഫേസസ് ഓഫ് ദീസ് ഫഞ്ചൈ ആർ നോൺ. കാരണം അസെക്ഷൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ് മാത്രമേ ഈ ഫംഗസുകളുടെ നമുക്കറിയുള്ളൂ എന്ന്. അപ്പം അതുകൊണ്ടാണ് ഇവയെ ഡിറ്റ്യൂറോമൈസൈറ്റ്സ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്ന് വിളിക്കുന്നത്. അസെക്ഷൽ റിപ്രൊഡക്ഷൻ കാണാം, അത് കൊണീഡിയകൾ മുഖാന്തരമാണ്. അസെക്ഷൽ റിപ്രൊഡക്ഷൻ ബൈ കൊണീഡിയ. പാസ്കോമൈസൈറ്റ്സിലും അസെക്ഷൽ റിപ്രൊഡക്ഷൻ കൊണീഡിയ തന്നെയാണ്. എക്സാമ്പിളാണ് ആൾട്ടർനേറിയ. മറ്റൊരു എക്സാമ്പിളാണ് കൊളിറ്റോട്രൈക്കം. ദെൻ ട്രൈക്കോഡെർമ. കൊളിറ്റോട്രൈക്കം ഒക്കെ നമ്മുടെ കരിമ്പിലൊക്കെ കാണുന്ന ഒരു പാരസൈറ്റ് ആണ്. കരിമ്പിലൊക്കെ റെഡ് റോട്ട് എന്ന് പറയുന്ന അസുഖത്തിന്, ചെഞ്ചിയൽ എന്ന് പറയുന്ന രോഗത്തിന് കാരണമാവും. നമ്മൾ പലപ്പോഴും കരിമ്പൊക്കെ മേടിക്കുമ്പോൾ അതിൽ ചുവപ്പ് കളറിൽ പാടുകൾ കാണാം, ചോര പോലത്തെ പാടുകൾ കാണാം. അത് റെഡ് റോട്ട് എന്ന് പറയുന്ന ഡിസീസാണ്. അതിന് കാരണം കൊളിറ്റോട്രൈക്കമാണ്. ട്രൈക്കോഡെർമ മറ്റൊരു എക്സാമ്പിളാണ് ട്രൈക്കോഡെർമ. സോ ദാറ്റ്സ് ഓൾ കിങ്ഡം ഫഞ്ചൈ. ദെൻ യു ക്യാൻ സി ലൈക്കൻ. ലൈക്കൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിയല്ല, 2 ജീവികൾ കൂടിച്ചേർന്നതാണ്. ആൽഗയും ഫംഗസും പാടെ കൂടിച്ചേർന്നതിനെയാണ് ലൈക്കൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗ ആൻഡ് ഫഞ്ചൈ. ആൽഗകളും ഫംഗസുകളും കൂടിച്ചേർന്ന സിംബയോട്ടിക് അസോസിയേഷനെയാണ് ലൈക്കൻ എന്ന് പറയുന്നത്. എന്താ ഈ സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ 2 പേർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബന്ധങ്ങളെയാണ് സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ആൽഗയ്ക്കും ഫഞ്ചൈക്കും പരസ്പരം ഗുണമാണുള്ളത്. ആൽഗെ ഭക്ഷണം ഉണ്ടാക്കും ഫോട്ടോസിന്തസിലൂടെ, അങ്ങനെ അത് ഫംഗസിനും കൊടുക്കും. തിരിച്ച് ഫംഗസ് ആൽഗയ്ക്ക് താമസിക്കാൻ സ്ഥലം കൊടുക്കും. അതോടൊപ്പം തന്നെ ഫോട്ടോസിന്തസിന് ആവശ്യമായിട്ടുള്ള വാട്ടറും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്ത് കൊടുക്കും ഫംഗസ്. ഇനി ഇതിൽ ആൽഗൽ കമ്പോണന്റിന് പറയുന്ന പേരാണ് ഫൈക്കോബയോണ്ട് എന്ന് പറയും. ലൈക്കനിൽ ആൽഗയും ഫംഗസും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൽഗയ്ക്ക് പറയുന്ന പേരാണ് ഫൈക്കോബയോണ്ട്, ഫംഗസിന് പറയുന്ന പേരാണ് മൈക്കോബയോണ്ട്. ആൽഗനെ കുറിച്ച് പഠിക്കുന്നതിന് ഫൈക്കോളജി എന്ന് പറയും. ഫൈക്കോ എന്ന് പറഞ്ഞാൽ ആൽഗ എന്നുള്ള മീനിങ് ആണ്. മൈക്കോ എന്ന് പറഞ്ഞാൽ ഫംഗസ് എന്നുള്ളതാണ്. മൈക്കോളജി എന്നാണ് ഫംഗസിനെ കുറിച്ച് പഠിക്കുന്നതിന് പറയാം. അപ്പോൾ അതിലെ ഫംഗൽ കമ്പോണന്റിന് പറയുന്ന പേരാണ് മൈക്കോബയോണ്ട്. ദ ആൽഗൽ കമ്പോണന്റ് ഈസ് കോൾഡ് ആസ് ഫൈക്കോബയോണ്ട്. ആൽഗൽ കമ്പോണന്റിന് പറയുന്ന പേരാണ് ഫൈക്കോബയോണ്ട്. ദ ഫംഗൽ കമ്പോണന്റ് ഈസ് കോൾഡ് മൈക്കോബയോണ്ട്. ഫംഗൽ കമ്പോണന്റിന് പറയുന്ന പേരാണ് മൈക്കോബയോണ്ട്. ആൽഗെ പ്രിപ്പയർ ഫുഡ്. ആൽഗെ ഭക്ഷണം ഉണ്ടാക്കുന്നു. ആൻഡ് ഫഞ്ചൈ പ്രൊവൈഡ് ഷെൽട്ടർ. ഫംഗസ് താമസ സ്ഥലം നൽകുന്നു. ആൻഡ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽ. വെള്ളവും മിനറൽസും ആഗിരണം ചെയ്യുന്നു. ഇനി ലൈക്കൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ദേ ആർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. മലിനീകരണ സൂചന നൽകുന്നവരാണ്. കാരണം പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഇവർ വളരില്ല. പ്രത്യേകിച്ചും എയർ പൊല്യൂഷൻ ഉള്ള സ്ഥലങ്ങളിൽ, സൾഫർ ഡയോക്സൈഡ് പൊല്യൂഷനൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇവയ്ക്ക് വളരാൻ കഴിയില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ലൈക്കൻസ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് അവർ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണെങ്കിൽ അത് എയർ പൊല്യൂഷന്റെ സൂചനയാണ്. So lichens are pollution indicators. They do not grow in polluted areas. Polluted areasil അവ വളരില്ല. ഇത്രയാണ് ലൈക്കൻ. ലൈക്കൻ്റെ ഒരു ഡയഗ്രമാറ്റിക് സ്കെച്ചാണ്. ഇതിൽ ഫംഗൽ ഹൈഫെ കാണാം.
പല ആൽഗകളാണ് ഈ പച്ച കളറിലായിട്ട് കാണുന്നത്. ലൈക്കൻ്റെ ഒരു ഫോട്ടോഗ്രാഫാണ്, കല്ലിന്മേലൊക്കെ കാണാം. ഇതെല്ലാം ലൈക്കൻസ് ആണ്, ഈ തരത്തിലുള്ള ലൈക്കൻസ്. ദെൻ മറ്റൊരു അസോസിയേഷനാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. ഇപ്പം ലൈക്കൻ എന്ന് പറഞ്ഞാൽ ഫംഗസും ആൽഗയും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ ആയിരുന്നു. എന്നാൽ മൈക്കോറൈസ എന്ന് പറഞ്ഞ ഫംഗസും ഹയർ പ്ലാന്റ്സിന്റെ വേരുകളും തമ്മിലുള്ള അസോസിയേഷനെയാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംജി ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഫംഗസും ഹയർ പ്ലാന്റ്സിന്റെ വേരുകളിൽ തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനെയാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതിന് ഈ ചാപ്റ്ററിലെ മറ്റൊരു ഭാഗമാണ് വൈറസുകൾ. വൈറസുകൾ ജീവനുണ്ടോ ജീവനില്ലേ എന്നുള്ള സംശയമായിരുന്നു സയൻറ്റിസ്റ്റുകൾക്ക് ആദ്യകാലങ്ങളിൽ. എന്നാൽ ഇപ്പോൾ വൈറസിനെ ജീവിയായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. വൈറസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വെനം, വിഷം അല്ലെങ്കിൽ പോയ്സണസ് ഫ്ലൂയിഡ്, വിഷദ്രവം എന്നൊക്കെയാണ്. ആദ്യമായിട്ട് ഈ വാക്ക് ഉപയോഗിച്ചത് ലൂയി പാസ്റ്റർ ആണ്. ദ നെയിം വൈറസ് വാസ് ഗിവൺ ബൈ പാസ്റ്റർ. വൈറസ് എന്നുള്ള വാക്ക് ആദ്യമായിട്ട് നൽകിയത് ലൂയി പാസ്റ്റർ ആണ്. വൈറസിന്റെ മീനിങ് വെനം ഓർ പോയ്സണസ് ഫ്ലൂയിഡ്. വെനം വിഷം, അല്ലെങ്കിൽ പാമ്പിന്റെ വിഷത്തിനൊക്കെ നമ്മൾ വെനം എന്ന് പറയാറുള്ളത്. പോയ്സണസ് ഫ്ലൂയിഡ്, വിഷദ്രവം. ഇനി വൈറസുകൾ ആദ്യമായിട്ട് ക്രിസ്റ്റലൈസ് ചെയ്തത് WM സ്റ്റാൻലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. WM സ്റ്റാൻലി. സാധാരണ ജീവനില്ലാത്ത സാധനങ്ങളെയാണ് നമ്മൾ ക്രിസ്റ്റലുകളാക്കാറുള്ളത്. വൈറസിന്റെ ഒരു നോൺ ലിവിങ് പ്രോപ്പർട്ടി കൂടിയാണത്. ജീവനില്ല എന്നുള്ള ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ അജീവീയ സ്വഭാവമാണ്. WM സ്റ്റാൻലി ഷോയ്ഡ് ദാറ്റ് വൈറസസ് കുഡ് ബി ക്രിസ്റ്റലൈസ്ഡ്. വൈറസുകളെ ക്രിസ്റ്റലൈസ് ചെയ്യാമെന്ന് WM സ്റ്റാൻലി കാണിച്ചു തന്നു. ആൻഡ് ക്രിസ്റ്റൽസ് കൺസിസ്റ്റ് ഓഫ് ലാർജ്ലി പ്രോട്ടീൻസ്. ഈ വൈറസിന്റെ ക്രിസ്റ്റലുകളിൽ പ്രധാനമായിട്ടും പ്രോട്ടീനുകളാണ് ഉള്ളത്. ഈ വൈറസിന്റെ ലിവിങ് പ്രോപ്പർട്ടിയാണ് ദേ ക്യാൻ റിപ്രൊഡ്യൂസ്. ജീവനുണ്ട് എന്നുള്ളതിനുള്ള തെളിവുകളാണ്. ഒന്ന്, അവയ്ക്ക് പ്രത്യുൽപാദനത്തിനുള്ള കഴിവുണ്ട്, അവയ്ക്ക് വംശവർദ്ധനവിനുള്ള കഴിവുണ്ട്. മറ്റൊന്ന്, ദേ കോസ് ഡിസീസ്. അവ ധാരാളം രോഗങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ജീവികളാണ് രോഗമുണ്ടാക്കും, അതുപോലെ തന്നെ ജീവികൾക്ക് മാത്രമേ വംശവർദ്ധനവിനുള്ള കഴിവുള്ളൂ. ഇതെല്ലാം ലിവിങ് പ്രോപ്പർട്ടിയാണ്. അപ്പം അതുകൊണ്ട് വൈറസിനെ ഇന്ന് ജീവകളായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ദ നോൺ ലിവിങ് പ്രോപ്പർട്ടി, ജീവനില്ല എന്നുള്ള ചില തെളിവുകളാണ്, സൂചനകളാണ്, അല്ലെങ്കിൽ അജീവീയ സ്വഭാവങ്ങളാണ്. ദേ കനോട്ട് റിപ്രൊഡ്യൂസ് വിത്തൗട്ട് ഹോസ്റ്റ്. ഒരു ഹോസ്റ്റിന്റെ ശരീരമില്ലാതെ അവയ്ക്ക് റിപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല, വംശവർദ്ധനവ് നടത്താൻ കഴിയില്ല, പ്രത്യുൽപാദനത്തിന് കഴിയില്ല. ഒരു ജീവി ഇല്ലാതെ അതിന് റിപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ദേ ക്യാൻ ബി ക്രിസ്റ്റലൈസ്ഡ് ആസ് കെമിക്കൽസ്. അവയെ കെമിക്കൽസ് പോലെ ക്രിസ്റ്റലൈസ് ചെയ്യാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചാണ്. ദേ ഹാവ് നോ സെല്ലുലാർ സ്ട്രക്ചർ. ഒരു സെല്ലുലാർ സ്ട്രക്ചർ ഇല്ല. ജീവികളുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് ജീവികളുടെ ശരീരം സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ വൈറസിന്റെ ശരീരത്തെ നമുക്കൊരു സെല്ലെന്ന് വിളിച്ചുകൂടാ. ഒരു സെല്ലിനുള്ളിലുള്ള സാധനങ്ങളൊന്നും വൈറസിന്റെ ശരീരത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് അതും ഒരു നോൺ ലിവിങ് പ്രോപ്പർട്ടിയാണ്. ഇനി വൈറസിന്റെ സ്ട്രക്ചറിലേക്ക് പോകാം. സ്ട്രക്ചർ ഓഫ് വൈറസസ്. വൈറസസിന് പ്രധാനമായിട്ട് ഒരു പ്രോട്ടീൻ ആവരണമുണ്ട്, അതിനുള്ളിൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലുമുണ്ട്. പ്രോട്ടീൻ ആവരണത്തിന് പറയുന്ന പേരാണ് ക്യാപ്സിഡ്. ക്യാപ്സിഡ്. അതിനുള്ളിൽ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അത് ഒന്നെങ്കിൽ DNA ആയിരിക്കും, അല്ലെങ്കിൽ RNA ആയിരിക്കും. വൈറസസ് കണ്ടെയ്ൻ എ പ്രോട്ടീൻ കോട്ട് കോൾഡ് ക്യാപ്സിഡ്. വൈറസിന് ഒരു പ്രോട്ടീൻ ആവരണമുണ്ട്, അതിന് പറയുന്ന പേരാണ് ക്യാപ്സിഡ്. ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ, അതിനുള്ളിലായിട്ട് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, ജനിതക പദാർത്ഥമുണ്ട്. ദാറ്റ് മേ ബി ഐദർ DNA ഓർ RNA. അത് DNA ആയിരിക്കാം, അല്ലെങ്കിൽ RNA ആയിരിക്കാം. ഇൻസൈഡ് ഇറ്റ്, അതിനുള്ളിൽ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കോട്ടിനുള്ളിൽ. ഇനി ബാക്ടീരിയകളെ ആക്രമിക്കുന്ന വൈറസുകൾക്ക് പറയുന്ന പേരാണ് ബാക്ടീരിയോഫേജസ് എന്ന് പറയും. ബാക്ടീരിയോഫേജസ് ആർ വൈറസസ് ഇൻഫെക്റ്റിംഗ് ബാക്ടീരിയ. ബാക്ടീരിയകളെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകൾക്ക് പറയുന്ന പേരാണ് ബാക്ടീരിയോഫേജുകൾ. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ അല്ല, വൈറസ് ആണെന്നുള്ള ഓർമ്മ വേണം. ഇവയ്ക്ക് ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA ആണുള്ളത്, ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ളത്. ഈ വൈറസിൻ്റെ ശരീരമാണ് ചുവപ്പ് കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ. അത് RNA ആണ്. ഇതിൽ ചുറ്റുമുള്ള ഈ പച്ച കളറിൽ കാണുന്നതിൻ്റെ പ്രോട്ടീൻ കോട്ട് ക്യാപ്സിഡാണ്. ഇതൊരു ബാക്ടീരിയോഫേജിൻ്റെ ഡയഗ്രമാണ്. ഹെഡും കാണാം. ഈ ഹെഡിനുള്ളിലാണ് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കുക. വൈറസിൻ്റെ മറ്റൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. ജനറ്റിക് മെറ്റീരിയലാണ് യെല്ലോ കളറിൽ കാണുന്നത്, നീല കളറിൽ കാണുന്നതൊക്കെ പ്രോട്ടീൻ കോട്ട് ക്യാപ്സിഡ്.
മറ്റൊരു വ്യൂ ആണ്. ബാക്ടീരിയോഫേജിൻ്റെ പ്രോട്ടീൻ കോട്ട് കാണാം, അതിനുള്ളിലായിട്ട് DNA കാണാം. അപ്പോൾ ബാക്ടീരിയോഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. വൈറസുകൾ ധാരാളം രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഡിസീസസ് കോസ്ഡ് ബൈ വൈറസസ്. വൈറസുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, മനുഷ്യരിൽ ധാരാളം രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മംസ്, മുണ്ടിനീര് എന്ന് പറയുന്ന അസുഖം, താടവീക്കൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. സ്മോൾ പോക്സ്, ഹെർപ്പിസ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് പനിയാണ്. അതിന് മേലൊക്കെ ചുവന്ന തുടിപ്പുകളൊക്കെ ഉണ്ടാവും. ഇൻഫ്ലുവൻസ, അതും പനിയാണ്. എയ്ഡ്സ് നമുക്കറിയാം. കോൾഡ്, നമ്മൾ സാധാരണ ജലദോഷപ്പനി അല്ലെങ്കിൽ ഫ്ലൂ എന്ന് പറയും. അപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള കോൾഡ് മുതൽ വളരെ മാരകമായിട്ടുള്ള എയ്ഡ്സ് വരെ വൈറസുകളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് പരിചയമുള്ള കോവിഡ് ഉണ്ടാക്കുന്ന വൈറസാണ് കൊറോണ വൈറസുകൾ. പ്ലാന്റ്സിലും ഇതുപോലെ ധാരാളം രോഗങ്ങൾ, വൈറസുകൾ ഉണ്ടാക്കുന്നുണ്ട്. പ്ലാന്റ് ഡിസീസസ് കോസ്ഡ് ബൈ വൈറസസ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിസീസുകൾ? ഒന്ന് മൊസൈക്ക് ഡിസീസ്. മൊസൈക്ക് ഡിസീസ് എന്ന് പറഞ്ഞാൽ തറയിലൊക്കെ നമ്മൾ മൊസൈക്ക് ഇടാറുണ്ട്. മൊസൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള പുള്ളികൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കല്ലുകൾ ഉണ്ടായിരിക്കും. ഇതുപോലെ ഇലകളിൽ വ്യത്യസ്ത നിറങ്ങൾ ഉണ്ടാവുന്ന അസുഖത്തെയാണ് മൊസൈക്ക് ഡിസീസ് എന്ന് പറയുന്നത്. സാധാരണ ഇല പച്ച കളറിലുള്ള ഇല, ആ ഇലയിൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള പുള്ളികൾ വരുന്നതിനെയാണ് മൊസൈക്ക് ഡിസീസ് എന്ന് പറയുന്നത്. വൈറസ് ഉണ്ടാക്കുന്ന മറ്റൊരു അസുഖമാണ് ലീഫ് റോളിംഗ് ആൻഡ് കേളിംഗ്. ഇലകൾ ചുരുളും അതുപോലെ തന്നെ വളയും. യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിംഗ്. ഇലകളൊക്കെ മഞ്ഞ കളറിലായിട്ട് മാറും. അതുപോലെ വെയിനിൻ്റെ ഭാഗത്തൊക്കെ മഞ്ഞ ഇങ്ങനെ എടുത്ത് കാണിക്കും, അല്ലെങ്കിൽ വെളുത്ത കളറിലായി കൊണ്ട് കാണാം. ഡ്വാർഫിംഗ് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്. വൈറസ് ഉണ്ടാക്കുന്ന മറ്റൊരു അസുഖമാണ് ഡ്വാർഫിംഗ്. ഡ്വാർഫിംഗ് എന്ന് പറഞ്ഞാൽ കുള്ളനായി മാറുക, അല്ലെങ്കിൽ ഉയരം വയ്ക്കാതിരിക്കുക. ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്, വളർച്ച മുരടിച്ചു പോവുക. അപ്പോൾ വൈറസ് പ്ലാന്റ്സിലുണ്ടാക്കുന്ന അസുഖങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മൊസൈക്ക് ഡിസീസ്, ലീഫ് റോളിംഗ് ആൻഡ് കേളിംഗ്, യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിംഗ്, ഡ്വാർഫിംഗ് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്. മൊസൈക്ക് ഡിസീസാണ് ഇലകളിൽ. വെയിൻ ക്ലിയറിംഗ് എന്ന് പറയുന്ന അസുഖമാണ്. വെയിൻസ് വളരെ വ്യക്തമായിട്ട് കാണുന്നു. വെയിൻസിൻ്റെ ഭാഗത്ത് പച്ച കളർ മാഞ്ഞു പോകുന്നു. ലീഫ് റോളിംഗ്, കേളിംഗ്, ലീഫ് കേളിംഗ്, ഇലകൾ ഇങ്ങനെ വളഞ്ഞു വരിക, അതിനെയാണ് ലീഫ് കേളിംഗ് എന്ന് പറയുന്നത്. യെല്ലോയിങ്, ഇലകൾ മഞ്ഞ കളറിലായിട്ട് മാറുക. ഇനി വൈറസുകൾക്ക് ഒരു പ്രോട്ടീൻ കോട്ടുണ്ട്, അതിനുള്ളിലായിട്ട് അവയുടെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പ്രോട്ടീൻ കൂട്ടില്ലാത്ത ഫ്രീ ആയിട്ടുള്ള RNA മാത്രം കാണപ്പെടുന്ന ജീവികളെയാണ് വൈറോയിഡ്സ് എന്ന് പറയുന്നത്. RNA വിത്തൗട്ട് പ്രോട്ടീൻ കോട്ട്. പ്രോട്ടീൻ കോട്ട് ഇല്ലാത്ത RNAകളെ ആണ് വൈറോയിഡ്സ് എന്ന് പറയുന്നത്. രോഗം ഉണ്ടാക്കുമ്പോൾ ഇൻഫെക്ഷ്യസ് ആണ്. ഇതിനാദ്യമായിട്ട് കണ്ടെത്തിയത്, റിപ്പോർട്ട് ചെയ്ത് ടിയോഡൈനർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഈ ഡിസ്കവേർഡ് ആൻ ഇൻഫെക്ഷ്യസ് ഏജന്റ് ദാറ്റ് വാസ് സ്മാളർ ദാൻ വൈറസസ്. വൈറസിനേക്കാൾ ചെറിയ ഇൻഫെക്ഷ്യസ് ഏജന്റിനെ കണ്ടെത്തി. ആൻഡ് കോസ്ഡ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ഉരുളക്കിഴങ്ങിൽ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാക്കി. എന്ന് പറഞ്ഞ് സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ട് മാറും. ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പമൊക്കെ കുറഞ്ഞ് അതിൻ്റെ രണ്ടറ്റം കൂർത്ത രീതിയിലായിട്ട് മാറും. ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി ട്രൂ RNA വിത്തൗട്ട് പ്രോട്ടീൻ കോട്ട്. അത് പ്രോട്ടീൻ കോട്ടില്ലാത്ത RNA മാത്രമാണ്. ഇപ്പോൾ വൈറോയിഡ്സ് എന്താണെന്ന് ചോദിച്ചതിൻ്റെ ആൻസർ ഇൻഫെക്ഷ്യസ് RNA വിത്തൗട്ട് പ്രോട്ടീൻ കോട്ട്. പ്രോട്ടീൻ ആവരണമില്ലാത്ത രോഗമുണ്ടാക്കുന്ന RNAകളെയാണ് വൈറോയിഡുകൾ എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ച് പ്രയോൺസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. അതിനുള്ളിൽ എന്തില്ല? ജനറ്റിക് മെറ്റീരിയൽ ഇല്ല. ദേ ആർ ഇൻഫെക്ഷ്യസ് അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ. അവ രോഗമുണ്ടാക്കുന്ന അസാധാരണമായി മടക്കുകളുള്ള പ്രോട്ടീനുകളെയാണ്, മാംസ്യങ്ങളെയാണ് പ്രയോൺസ് എന്ന് പറയുന്നത്. ഈ രോഗം ഉണ്ടാക്കും. ദ കോസ് സം ന്യൂറോളജിക്കൽ ഡിസീസ്. ചില ന്യൂറോളജിക്കൽ ഡിസീസുകൾ ഉണ്ടാക്കും, നമ്മുടെ നാഡികളെ ബാധിക്കുന്ന അസുഖങ്ങൾ ഉണ്ടാക്കും. പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്ന് പറയുന്ന അസുഖം. BSC എന്ന് പറയും. സാധാരണ ഇത് മാഡ് കൗ ഡിസീസ് എന്നാണിത് അറിയപ്പെടുന്നത്. കാറ്റിലൊക്കെ ഉണ്ടാകും, കന്നുകാലികളിൽ ഉണ്ടാകുന്ന അസുഖമാണ്. ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് മനുഷ്യരുണ്ടാകുന്ന അസുഖമാണ് ഷിയാർ ജേക്കബ് ഡിസീസ്, അല്ലെങ്കിൽ CJD എന്ന് പറയുന്നത്. ഷിയാർ എന്ന് പറയുന്നത് ക്രൂഡ്സ് ജേക്കബ് എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഷിയാർ ജേക്കബ് ഡിസീസ്. ദ മോസ്റ്റ് നോട്ടബിൾ ഡിസീസ് കോസ്ഡ് ബൈ പ്രയോൺസ് ആർ. പ്രയോൺസ് ഉണ്ടാക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അസുഖം എന്ന് പറയുന്നത് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി ഓർ BSC. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്ന് പറയുന്ന അസുഖമാണ്. കോമൺലി കോൾഡ് മാഡ് കൗ ഡിസീസ് ഇൻ കാറ്റിൽ.
സാധാരണഗതിയിൽ മാഡ് കൗ ഡിസീസ് എന്നാണ് അതിൽ പറയുന്നത്. ഇത് കന്നുകാലികളിൽ ഉണ്ടാകുന്ന അസുഖമാണ്. ആൻഡ് ഇറ്റ്സ് അനലോഗസ് വേരിയൻറ്റ്, അതിൻ്റെ സമാനമായിട്ടുള്ളൊരു പതിപ്പാണ്, മനുഷ്യനുള്ള പതിപ്പാണ് CR ജേക്കബ് ഡിസീസ് ഓർ CHD, ക്രൂഡ്സ് ജേക്കബ് ഡിസീസ് അല്ലെങ്കിൽ CJD എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ചാപ്റ്റർ 1 പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കിങ്ഡം ഫഞ്ചൈ അതുപോലെ തന്നെ വൈറസുകളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. കിങ്ഡം ഫഞ്ചിയുടെ ക്ലാസിഫിക്കേഷൻ ശ്രദ്ധിക്കാം. ഫൈക്കോമൈസേറ്റ്സ്, ആസ്കോമൈസേറ്റ്സ്, ബസിഡിയോമൈസേറ്റ്സ്, ഡിറ്ററോമൈസേറ്റ്സ്. അപ്പോൾ ഇതിലൊക്കെ പ്രധാനമായിട്ടും ഈ 4 ക്ലാസ്സിന് എക്സാമ്പിൾസ് ഓർത്തിരിക്കണം. 2 എക്സാമ്പിൾസ് എങ്കിലും ഓർത്തിരിക്കുക. ഫൈക്കോമൈസേറ്റ്സിനാണെങ്കിൽ റൈസോപ്പസ് അല്ലെങ്കിൽ ബ്രെഡ് മോൾഡ്, മ്യൂക്കർ. ആസ്കോമൈസൈറ്റിനാണെങ്കിലാണോ ഈസ്റ്റ് അല്ലെങ്കിൽ സെക്കാരോമൈസസ് എന്ന് പറയും സയൻറ്റിഫിക് നെയിം. മറ്റൊരു എക്സാമ്പിളാണ് പെനിസീലിയം. ദ ജനറ്റിക് എക്സ്പെരിമെൻറ്റിൽ ഉപയോഗിക്കുന്ന ആസ്കോമൈസൈറ്റാണ് ന്യൂറോസ്പോറ. അതുപോലെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള എഡിബിളായിട്ടുള്ള ഒരു ആസ്കോമൈസൈറ്റാണ് മോർഷല്ല. ഇതിൽ 4 എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. ദെൻ ബസീഡിയമൈസൈറ്റ്സിലേക്ക് വരുമ്പോൾ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് 3 എണ്ണമാണ് ഓർത്തിരിക്കുക. ഒന്ന് റസ്റ്റ് ഫംഗസ് എന്നറിയപ്പെടുന്ന പക്സീനിയ, സ്മട്ട് ഫംഗസ് എന്നറിയപ്പെടുന്ന യുസ്റ്റിലാഗോ, അതുപോലെ മഷ്റൂം കൂണ്, അഗാരിക്കസ്. ദെൻ ഡിറ്ററോമൈസൈറ്റ്സിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് അതിനെ ഇംപെർഫെക്റ്റ് ഫഞ്ചി എന്ന് വിളിക്കുന്നു? കാരണം അവയിൽ അസെക്ഷൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ് മാത്രമേ ഇന്ന് കണ്ടെത്തിയിട്ടുള്ളൂ. അവയുടെ സെക്ഷൽ ഫേസിനെ കുറിച്ച് അറിയില്ല നമുക്ക്. ദെൻ അതിന് എക്സാമ്പിൾസ് 2 എണ്ണം ഓർത്തിരിക്കുക. ഒന്ന് കൊളിറ്റോട്രൈക്കം, മറ്റൊന്ന് ട്രൈക്കോഡെർമ. ദെൻ പിന്നീട് നമ്മൾ ലൈക്കനെ കുറിച്ച് കണ്ടു. ലൈക്കൻ എന്ന് പറഞ്ഞാൽ ആൽഗയും ഫംഗസും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനാണ്. അതിലെ ആൽഗയ്ക്ക് പറയുന്ന പേരാണ് ഫൈക്കോബയോണ്ട്, ഫംഗസിന് പറയുന്ന പേരാണ് മൈക്കോബയോണ്ട്. ആൽഗെ ഭക്ഷണം ഉണ്ടാക്കും, ഫംഗസ് താമസ സ്ഥലം നൽകും, മാത്രമല്ല വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്ത് കൊടുക്കും. ലൈക്കിന് പോലെ തന്നെയുള്ള മറ്റൊരു അസോസിയേഷനാണ് മൈക്കോറൈസെ. ഫംഗസും ഹയർ പ്ലാന്റ്സിന്റെ വേരുകളും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനെയാണ് മൈക്കോറൈസെ എന്ന് പറയുന്നത്. ദെൻ പിന്നീട് നമ്മൾ വൈറസുകളിലേക്ക് വന്നു. വൈറസ് എന്നുള്ള വാക്ക് ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ലൂയി പാസ്റ്റർ ആണ്. വൈറസിനെ ആദ്യമായിട്ട് ക്രിസ്റ്റലൈസ് ചെയ്ത് WM സ്റ്റാൻലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. വൈറസിൻ്റെ ലിവിങ് പ്രോപ്പർട്ടി ജീവനുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ്. അവയ്ക്ക് റിപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അവയ്ക്ക് രോഗം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ജീവനില്ല എന്നുള്ളതിന് തെളിവാണ് അവയെ ക്രിസ്റ്റലൈസ് ചെയ്യാം, അവയ്ക്ക് സെല്ലുലാർ സ്ട്രക്ചർ ഇല്ല. വൈറസ് പ്ലാന്റ്സിലുണ്ടാക്കുന്ന അസുഖങ്ങൾ മൊസൈക്ക് ഡിസീസ്, ലീഫ് റോളിംഗ് ആൻഡ് കേളിംഗ്, യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിംഗ്, ഡ്വാർഫിംഗ് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്. അതുപോലെ വൈറസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വൈറസിന് പ്രോട്ടീൻ കോട്ടുണ്ട്, അതിന് ക്യാപ്സിഡ് എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അതൊന്നെങ്കിൽ DNA ആയിരിക്കും അല്ലെങ്കിൽ RNA ആയിരിക്കും. ദെൻ ബാക്ടീരിയഫേജുകൾ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയനെ ആക്രമിക്കുന്ന വൈറസുകളെയാണ് പറയുന്നത്. ബാക്ടീരിയഫേജുകൾക്ക് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. ദെൻ പിന്നീട് നമ്മൾ വൈറോയിഡ്സ് കണ്ടു. പ്രോട്ടീൻ ആവരണമില്ലാത്ത RNA-കളെയാണ് വൈറോയിഡുകൾ എന്ന് പറയുന്നത്. പൊട്ടറ്റോയിൽ സ്പിൻഡിൽ ട്യൂബർ ഡിസീസിന് കാരണമാണവ. മറ്റൊന്ന് പ്രയോൺസിനെ കുറിച്ച് കണ്ടു. നേരെ തിരിച്ച് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീനുകളെയാണ് പ്രയോൺസ് എന്ന് പറയുന്നത്. അവ കന്നുകാലികളിൽ ഉണ്ടാക്കുന്ന അസുഖമാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി അല്ലെങ്കിൽ മാഡ് കൗ ഡിസീസ് എന്ന് പറയുന്നത്. അതിൻ്റെ സമാനമായിട്ടുള്ള മനുഷ്യരിലുള്ള പതിപ്പാണ് CJD എന്ന് പറയുന്ന അസുഖം, ക്രൂഡ്സ് ജേക്കബ് ഡിസീസ്, CR ജേക്കബ് ഡിസീസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിലെ മുൻ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.